ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണിൽ പരസ്യം വല്ലാതെ ശല്യപ്പെടുന്നുണ്ട് അല്ലെ? അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നിരവധി ഓപ്ഷൻസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഗൂഗിൾ തന്നെ നമുക്ക് തരുന്ന ചെറിയൊരു സെറ്റിംഗ്സ് ആണ്. അപ്പം സാധാരണ ആളുകൾക്ക് കൂടുതൽ സെറ്റിംഗ്സിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ വളരെ ഉപകാരമായിരിക്കും. നമുക്കൊരു 90% നമുക്ക് ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങൾ ഇതുവഴി തന്നെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്താണ് ആ സെറ്റിംഗ്സ് പറഞ്ഞു തരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അറിയാത്തവർക്കാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിട്ട് മാറും. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ചെറിയൊരു മാർഗം നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് പല ഫോണിലും പല രീതിയിലാണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ഇവിടെ മുകളിൽ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് ഇമെയിൽ ഐ ഡി ആണ് നിങ്ങളുടെ ഫോണിലുള്ളത് നോക്കുക. ഇത് തൊട്ട താഴെയായിട്ട് ഓൾ സർവീസസ് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൾ സർവീസസ്, ആ സർവീസസ് ഓൾ സർവീസസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, അതായത് നമ്മുടെ ഫോണിന്റെ പ്രൈവസിക്കും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് ഉള്ളതാണ്. അവിടെ ഒരു ആഡ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ആ ആഡ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ ആഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ആഡ് പ്രൈവസി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ആഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് നമ്മളെ ഫോണിലേക്ക് അവർ അയക്കുന്ന പരസ്യങ്ങൾ, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് വരുന്ന പരസ്യങ്ങളൊക്കെ അവർക്ക് മെഷർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന അലോ മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ആണെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്യുക. അതൊന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അതൊന്ന് ചെയ്തു വെക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ആഡ് മെഷർമെന്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞ് ബാക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കാണാം ഗെറ്റ് ന്യൂ അഡ്വർടൈസ്മെന്റ് ഐ ഡി എന്നുള്ളത്. ചില ഫോണിൽ കാണാം നമുക്ക് അവിടെ അഡ്വർടൈസ്മെന്റ് ഐ ഡി ആക്റ്റീവ് ആയിരിക്കും. ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നിരിക്കുന്നത്. അഥവാ നിങ്ങളിൽ ഇപ്പം അഡ്വർടൈസ്മെന്റ് ഐ ഡി കാണിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഓൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ന്യൂ ഐ ഡിക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ വന്ന് കിടക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണോ നിങ്ങളുടെ ഫോണിലുള്ളത് എന്നുള്ളത് നോക്കുക. അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് വെച്ചേക്കാം. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം പേഴ്സണലൈസ് യൂസിങ്, കണ്ടില്ലേ, ഷെയർ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പല ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫോണിലുള്ള പല ആപ്പുകൾ വഴി നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ തേർഡ് പാർട്ടി കിട്ടുന്ന രീതിയിൽ ഇവിടെ നമ്മൾ ഇതേപോലെ ആക്റ്റീവ് ആക്കിയിട്ട് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ അങ്ങനെയുള്ള ആപ്പുകൾ ഏതെങ്കിലും എനേബിൾ ആണെങ്കിൽ അതുവഴി ആ ആപ്പുകൾ വഴി നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരാനും അതുവഴി നമുക്ക് പരസ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസേബിൾ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് വളരെയധികം അഡ്വർടൈസ്മെന്റ് വരുന്ന ഒഴിവാക്കാൻ സാധിക്കും.